ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അമ്മീസ് അടുക്കളയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ടോ വിശേഷങ്ങൾ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നോ? ഇന്നില്ലേ ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് ഹാൻഡ് ബാഗ്സ് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. എനിക്കും ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് പെയർ ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു ചെറിയ ബ്ലോഗാണ് കേട്ടോ. എനിക്കിഷ്ടമാണ്. അപ്പം നിങ്ങൾക്കും ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ ബ്ലോഗ് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, വാച്ച് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഓൾസോ കമൻറ്റ്, ഓൾസോ ആ ബെല്ലൈക്കണിലൊന്ന് പ്രസ് ചെയ്യുകയും വേണം. നമ്മളില്ലേ സാധാരണ നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോഴോ അല്ലെങ്കിൽ ഫുഡ് വാങ്ങാൻ പോകുമ്പോഴോ വെജിറ്റബിൾസൊക്കെ വാങ്ങാൻ പോകുമ്പോഴോ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നമ്മളധികം ഡ്രസ്സപ്പ് ഒന്നും ചെയ്യില്ല അല്ലയോ. പക്ഷേ നമ്മൾ ഒരു ഗസ്റ്റിനെ കാണാൻ പോവുകയോ ഒരു റിലേറ്റീവിനെ സന്ദർശിക്കുകയോ അല്ലെങ്കിൽ ഒരു ഈവനിങ് പാർട്ടിക്കോ ഒരു കല്യാണത്തിനോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനോ ഒക്കെ പോകുമ്പോൾ നമ്മൾ നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് പോകും അല്ലേ. മാച്ചിങ് ഡ്രസ്സൊക്കെ ഇട്ട് പോവും, മാച്ചിങ് സാരിയൊക്കെ ഇട്ട് പോവും, മാച്ചിങ് ആഭരണങ്ങളൊക്കെ ഇട്ട് പോവും. പക്ഷേ ചില കാര്യങ്ങളിൽ നമ്മളെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് പുറകോട്ടാണ്. എന്തിനാണെന്നോ, നമ്മളെ ഹാൻഡ് ബാഗും നമ്മൾ ഉപയോഗിക്കുന്ന ചെരുപ്പുകളും നമ്മൾ നന്നായിട്ട് പോകുമ്പോൾ അല്ലേ നമ്മളുടെ കോൺഫിഡൻസ് വർദ്ധിക്കുകയും നമുക്കൊരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുകയും ചെയ്യാം അല്ലേ. അതായത് നമ്മൾ ഒരുങ്ങുന്നതിൻ്റെതായ ഒരു സ്റ്റാൻഡേർഡാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുപോലെ നമ്മൾ ആ ഫംഗ്ഷനിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഡ്രസ്സപ്പൊക്കെ ചെയ്ത് പോകുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വർദ്ധിക്കും അല്ലേ. നമുക്ക് സ്വയം ഉള്ളിൽ തന്നെ തോന്നും നമ്മൾ സുന്ദരിയാണ് അല്ലെങ്കിൽ സുന്ദരനാണ്, നന്നായിരിക്കുന്നു എന്നൊക്കെ നമുക്ക് തോന്നാറില്ലേ. എനിക്ക് തോന്നാറുണ്ട്, നിങ്ങൾക്കും തോന്നുമായിരിക്കും. അപ്പോൾ ഞങ്ങൾ പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ സാഹചര്യം അനുസരിച്ച് ഞങ്ങൾ ഒരുങ്ങിപ്പോവുക അല്ലേ. അപ്പോൾ നമുക്ക് ഡ്രസ്സിനും സാരിക്കും ഒക്കെ നമ്മൾ എല്ലാം മാച്ചിങ് ഒക്കെ കരുതും, ആഭരണങ്ങളെല്ലാം മാച്ചിങ് ഒക്കെ കരുതും. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്ന അക്സസറീസ് അല്ലേ, അതായത് ഹാൻഡ് ബാഗ്സ്, ഷൂസ്, തലയിൽ കുത്തുന്ന ക്ലിപ്പുകൾ, സ്ലൈഡുകൾ, അതുപോലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ലേഡീസിന്. അപ്പോൾ ഇതും കൂടെ ഒന്ന് മാച്ചായാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അപ് ടു ഡേറ്റ് ആയല്ലേ. നമ്മളുടെ സാമ്പത്തിക ഭദ്രതയ്ക്കനുസരിച്ച് നമുക്ക് വില കൂട്ടിയും വില കുറഞ്ഞത് നമുക്ക് വാങ്ങാം, ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുകയും ചെയ്യാം, ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഡ്രസ്സപ്പ് ചെയ്ത് പോവുകയും ചെയ്യാം അല്ലയോ. ഞാൻ ഇനി ഒന്ന് ടിപ്സ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. എനിക്കിഷ്ടമാണ്, നിങ്ങൾക്കും ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു. ഇത് ടോമിയുടെ ഒരു ബാഗാണ്, ഒരു നല്ല ലൈറ്റ് ക്രീം കളറാണ്. അതിന് മാച്ച് ചെയ്യുന്ന ഒരു ഷൂ കൂടി ഞാനിതിനു വേണ്ടി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് രണ്ടും കൂടെയാണ് ഉപയോഗിക്കാറുള്ളത്. ഈ ഹാൻഡ് ബാഗ് കൊണ്ടുപോകുമ്പോൾ ഈ ഷൂസ് കൂടെ പെയറായിട്ട് കൊണ്ടുപോകും. അതുപോലെ തന്നെ പോളോയുടെ ഒരു ഹാൻഡ് ബാഗാണിത്. അപ്പോൾ ഈ ഹാൻഡ് ബാഗിന് യോജിച്ച ഒരു ഷൂസ് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് സാൻഡൽസ് ആണ് കേട്ടോ. ഇത് സ്കോൾ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു ഷൂ ആണ്. ഷൂ എന്ന് വെച്ചാൽ സാൻഡൽസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് അധികം ഹീലിട്ട് നടക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ഷൂസ് തിരഞ്ഞെടുക്കും. ഇത് DKNYയുടെ ഹാൻഡ് ബാഗാണ്. അപ്പോൾ ഇതിന് പെയറപ്പ് ചെയ്യാനായിട്ട് ഞാൻ ക്ലാക്സ് എന്നൊരു പെയർ സാൻഡൽസ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ബ്ലാക്ക് ലെതറാണ്, ഈ ഹാൻഡ് ബാഗും ലെതറാണ്. അപ്പോൾ ഇതിന് യോജിച്ച് ഇത് പോകും. ഈ ഒരു ഹാൻഡ് ബാഗ് പോളോയുടെ ഒരു ഹാൻഡ് ബാഗാണ്. ഇത് ഞാൻ മാർക്സ് സ്പെൻസറിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഈ സാൻഡൽസ് ഈ ബാഗിനോടൊപ്പം യോജിച്ച് പോകും. കെൽവിൻ ക്ലൈൻ്റെ ഒരു ചെറിയ ഹാൻഡ് ബാഗാണ്, ഒരു ലൈലാക്ക് കളർ, ഒരു ലൈറ്റ് വയലറ്റ് കളറാണ്. അപ്പോൾ അതിന് യോജിച്ച് ഞാനൊരു സാൻഡൽസ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ബാറ്റയിൽ നിന്ന് വാങ്ങിച്ചു. ഇത് മൈക്കിൾ കോസിൻ്റെ ഒരു ഹാൻഡ് ബാഗാണ്. ഈവനിങ് വെയറിനൊക്കെ പറ്റിയ ഒരു ഹാൻഡ് ബാഗാണിത്. ഇതിൻ്റെ കൂടെ ഞാൻ ഇടുന്നത് ഇതാണ് കേട്ടോ. ഇത് മാർക്സ് സ്പെൻസറിൻ്റെ ഒരു ലെതർ സാൻഡൽസാണ്. നമ്മൾ നല്ല ഹാൻഡ് ബാഗും നല്ല ചെരുപ്പുമൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഭംഗിയുള്ളതായിട്ട് തോന്നണമെങ്കിൽ നമ്മുടെ കാലൊക്കെ ഒന്ന് പെഡിക്യൂറൊക്കെ ചെയ്യണം കേട്ടോ. പെഡിക്യൂറൊക്കെ ചെയ്ത് നല്ലതുപോലെ മാച്ചിങ്ങോ അല്ലെങ്കിൽ അതിൻ്റെ കോൺട്രാസ്റ്റ് കളറായിട്ടുള്ള നെയിൽ പോളിഷൊക്കെ ഇട്ട് നമ്മൾ ഡ്രസ്സ് ചെയ്യുമ്പോഴാണ് ആ ഡ്രസ്സിനൊരു ഭംഗി ഉണ്ടാവുക അല്ലയോ. അപ്പോൾ ഞങ്ങൾ അതുകൂടെ ശ്രദ്ധിക്കാൻ നോക്കണം. ഞാൻ നിങ്ങളോടൊപ്പം ഇതെല്ലാം ഷെയർ ചെയ്തു കേട്ടോ. ഞാൻ ഷെയർ ചെയ്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ
നമ്മൾ ഒന്നിലും പിറകോട്ടാകരുത് കേട്ടോ. നമ്മളെപ്പോഴും അപ് ടു ഡേറ്റ് ആവുക. സാമ്പത്തികമല്ല ഇതിന് വേണ്ടുന്നത്, നമ്മുടെ എനർജിയും നമ്മുടെ എഫർട്ടുമാണ് ഇതിന് വേണ്ടിയത്. നമുക്ക് 500 രൂപയ്ക്കും ബാഗ് വാങ്ങിക്കാം, 50,000-ത്തിനും അതിന് മുകളിലും വേണമെങ്കിൽ ഹാൻഡ് ബാഗ് വാങ്ങിക്കാം. പക്ഷേ അങ്ങനെയല്ല, ബുദ്ധിപരമായി നമ്മൾ ഓരോ സാധനങ്ങൾ സെലക്ട് ചെയ്യാൻ നോക്കുക. അതുപോലെ സീസണൽ സെയിൽസുകളൊക്കെ ഇപ്പം നമ്മുടെ നാട്ടിലുമുണ്ട്. ആ സമയങ്ങളിൽ ഇതൊക്കെ വാങ്ങിക്കാൻ ശ്രമിക്കുക. ഒരുപാട് പൈസയുടെ ലാഭം ഉണ്ടാവും, നമുക്കിഷ്ടമുള്ള ഇത് വാങ്ങുകയും ചെയ്യാം. പക്ഷേ നന്നായിട്ട് നടക്കുക അല്ലേ. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്നത് പോലെ നമുക്ക് കുറച്ചേ ഉള്ളൂ എങ്കിൽ അതിൻ്റെ ക്വാളിറ്റി നല്ലതായിരിക്കും അല്ലേ. എല്ലാവരും നല്ലതുപോലെ ഡ്രസ്സ് ചെയ്ത് ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക.